അല്ലാഹുവേ, മാസത്തിൽ നടത്തി വരാറുള്ള മജ്ലിസുൻ നൂറിന്റെ ഈ സദസ്സിലോ ഇന്ന് മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അവറുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ സമസ്തയുടെ ആലിമീങ്ങളെ ഞങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതണമെന്ന് മനസ്സുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, അവരോടുള്ള ഇഷ്ടം ഞങ്ങളിൽ നീ വർദ്ധിപ്പിക്കണേ അല്ലോ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലോ. മഹാന്മാരോടുള്ള ഇഷ്ടത്തിനൊരു കുറവും വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ആ സമസ്തയുടെ ആലിമീങ്ങളെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ. അല്ലാഹുവേ, അങ്ങനെ അവസാനം ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോകുന്ന നേരം, സക്കറാത്തിന്റെ നേരം, കാലിന്റെ പെരുവിരൽ മുതൽ അസ്റായിൽ റൂഹ് പിടിക്കുന്ന നേരം, ആ റൂഹ് അങ്ങ് പിടിച്ചു തൊണ്ടക്കുഴലിലെത്തുന്നതിന്റെ മുമ്പ് അവസാനമായി ഞങ്ങൾക്ക് പറയാൻ കഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞതുപോലെ, അതുപോലെയുള്ള സമസ്തുക്കളുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ തൗഹീദിന്റെ മന്ത്രധ്വനി ഉറക്കെ ചൊല്ലിക്കൊണ്ട് വിട പറയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാക്കുകൾ ചുരുക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. മാസത്തിൽ നടത്തി വരാറുള്ള മജ്ലിസുൻ നൂറിന്റെ സദസ്സ് നേതൃത്വം നൽകാൻ നമ്മളൊക്കെ ആദരിക്കുന്ന ആദരണീയരായ സയ്യിദ് അവറുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സന്തോഷകരമായ ഈ ഒരു ചുറ്റുപാട് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും ഇതിനു വേണ്ടി സഹായിക്കാനും ഇതിനു വേണ്ടി സഹകരിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. നമ്മളെ കൊണ്ടാവും വിധം, അത് സാമ്പത്തികമായി ചെയ്യേണ്ടതാണെങ്കിൽ സാമ്പത്തികമായി ചെയ്യണം, സ്വതക്ക ചെയ്യേണ്ടതാണെങ്കിൽ സ്വതക്ക ചെയ്യണം. ഇനി വേറെ വല്ല തടി കൊണ്ടുള്ള സഹായമാണെങ്കിൽ അത് ചെയ്യണം. ശരീരം കൊണ്ട് ചെയ്യേണ്ട സഹായമാണെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യണം. നാവ് കൊണ്ടുള്ള സഹായമാണെങ്കിൽ അത് ചെയ്യണം. എന്റെ മജ്ലിസുൻ നൂറിനൊന്നും പങ്കെടുക്കാത്ത കൂട്ടുകാരനോട് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയണം, മോനെ, ഇങ്ങനൊരു മജ്ലിസുൻ നൂറിന്റെ സദസ്സുണ്ട്, മാസത്തിൽ ഒരു തവണയാ ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ടോ സയ്യിദ് അവറുകൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാനുള്ള ഒരു അവസരമാണ്, നഷ്ടപ്പെടുത്തണ്ട, നീയവന്റെ കൂടെ വരൂ എന്ന് അവനെ നന്മയുടെ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സദസ്സിനോടൊരു കൂറുപുലർത്താൻ നമുക്ക് കഴിയണം. സാമ്പത്തികമായി സഹായിക്കേണ്ടത് സാമ്പത്തികമായി ചെയ്യണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഇവിടുത്തെ SYSന്റെ SKSSFന്റെ പ്രവർത്തകർ, അവർക്കൊക്കെ നീ റഹ്മത്തും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്.